സംസ്ഥാനത്ത് പകർച്ചവ്യാധി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ഇൻഫ്ലുവൻസ വൈറസ് കൂടുതലായി വ്യാപിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സംസ്ഥാന കണക്കുകൾ പ്രകാരം കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 604 പേർക്കാണ് ഇൻഫ്ലുവൻസ പടർന്നു പിടിച്ചിട്ടുള്ളത്. അതിൽ 10 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ വർഷത്തിൽ തന്നെ ഏകദേശം 6650 പേർക്കാണ് രോഗം വ്യാപിച്ച് വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അതിൽ 77 മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. H1N1 അഥവാ പന്നിപ്പനി, അതോടൊപ്പം തന്നെ H3N2 എന്നീ രോഗങ്ങളാണ് വ്യാപിക്കുന്നത്. വലിയ രീതിയിലുള്ള വ്യാപനം ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ തന്നെ ശക്തമായ മഴ പെയ്തതിനെ തുടർന്ന് വ്യാപനം കൂടിയിട്ടുണ്ട്. രോഗത്തിൽ ജാഗ്രത വേണമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്. വരും ദിവസങ്ങളിലും രോഗവ്യാപനം ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അത് കാര്യമായി അതിൻ്റെ പരിശോധന ഉണ്ടാകണം. പനി വന്നാൽ ആശുപത്രിയിലേക്ക് വളരെ വേഗത്തിൽ പോകണം എന്നുള്ള നിർദ്ദേശമെല്ലാമുണ്ട്. ആലപ്പുഴയിലടക്കം പലയിടങ്ങളിലും മഴക്കെടുതി മൂലമുള്ള രോഗവ്യാപനത്തിനിടയിൽ ഇപ്പോൾ ഇൻഫ്ലുവൻസയാണ് കൂടുതൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. അതോടൊപ്പം തന്നെ ഛർദി, തലവേദന അടക്കമുള്ള രോഗസാധ്യതകൾ കണ്ടു കഴിഞ്ഞാൽ ആശുപത്രിയിൽ ഉടൻ വൈദ്യചികിത്സ തേടണം എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. പന്നിപ്പനി അടക്കമുള്ള ഈ രോഗങ്ങൾ കൂടുതലായി വ്യാപിച്ച് വരുന്ന മരണനിരക്കടക്കം കൂടി വരുന്നത് ഈയിടെയാണ്. സാധാരണഗതിയിൽ ഡെങ്കിപ്പനി, അതോടൊപ്പം തന്നെ മറ്റ് എലിപ്പനി അടക്കമുള്ള രോഗങ്ങളാണ് കൂടുതലായും മരണത്തിന് സാധ്യതയുണ്ടാക്കുന്നത്. എന്നാൽ അതിനെയെല്ലാം മറികടന്നുകൊണ്ടാണ് ഈ വർഷം 77 മരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ ഇൻഫ്ലുവൻസ വ്യാപനം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ തന്നെ വലിയ രീതിയിലുള്ള ഒരു രോഗവ്യാപനവും ഉണ്ടായിരിക്കുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.